ജോർദാനും സുരക്ഷിതമല്ലെന്ന് പെൻറ്റഗൺ. ഖത്തറിൽ നിന്ന് വൻതോതിലാണ് ആയുധങ്ങൾ ജോർദാനിലെ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം 8ലധികം ഡ്രോണുകൾ ഒരേ സമയം ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർത്തതായി സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു. ആദ്യ ഘട്ടത്തിൽ ഈ വിവരത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പൊന്നും അമേരിക്കയുടെ ഭാഗത്തും പുറത്തു വന്നില്ലായിരുന്നു. നേരെ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് സ്ഥിരീകരിക്കുകയും ഒരു ഡ്രോണിന് ചെറിയ രീതിയിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ പറയുന്ന വിവരം 8 ഡ്രോണെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തുരുതുരെ മിസൈലുകൾ വന്നു. 1-2 മിസൈൽ മാത്രമാണ് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചത്. ബാക്കിയെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും പൊട്ടിത്തെറികൾ നടക്കുകയും ചെയ്തു. ഒരു ഡ്രോണിന് ഏകദേശം $30 മില്യൺ വില കണക്കാക്കുന്നത്. ഇതൊരു യുദ്ധവിമാന രീതിയിൽ ഉപയോഗിക്കാനും ആക്രമണം നടത്താനും സുരക്ഷിതമായി തിരിച്ചു വരാനും സാധിക്കും എന്ന് മാത്രമല്ല, ഇതിൽ പൈലറ്റുമാരുണ്ടാകില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. തകർക്കപ്പെട്ടാലും പൈലറ്റുമാർ മരിച്ചുപോയി എന്നുള്ളൊരു വിഷയം ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. ഇത്തരമൊരു സംഭവം നടക്കുന്നതിനോടനുബന്ധിച്ച് പിന്നീട് മറ്റൊരു റിപ്പോർട്ട് പ്രാധാന്യമായിട്ട് വരുന്നത് ട്രംപ് കുഴഞ്ഞു വീണു എന്നുള്ളതാണ്. മാനസിക പ്രയാസം കാരണത്താലാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് എന്നും പറയാൻ വേണ്ടി സാധിക്കുന്നു. കാര്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ഇത്രയേറെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം മാത്രമാണ്. ഇത് ഭാരിച്ച ഒരു പ്രശ്നമായിട്ടും ഒരു അപമാനമായിട്ട് തന്നെ വിലയിരുത്തുന്നു. ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ ചെതറിക്കിടക്കുന്ന അമേരിക്കൻ പൗരന്മാർക്ക് തങ്ങൾ അമേരിക്കൻ പൗരന്മാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റാത്തൊരു സ്ഥിതി ട്രംപ് ഭരണത്തിലേറിയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും വിഷയത്തിൽ ഇടപെടുകയും പാലസ്തീൻ അടക്കമുള്ള മേഖലയിലെ കൂട്ടക്കൊലക്ക് ഇസ്രായേലിനൊപ്പം കൂട്ടുനിൽക്കുകയും ഇസ്രായേലിന് വേണ്ടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ആക്രമിച്ചതെന്ന് മാത്രമല്ല, അവിടെ ആത്മീയ നേതാവിനെയും അവിടെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അപ്പാടെയും തകർത്തെറിയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കക്കകത്ത് പോലും ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് അറേബ്യൻ മേഖലയിൽ എവിടെയും അമേരിക്കയ്ക്ക് ഇപ്പോൾ സുരക്ഷിത ഇടമില്ല എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും ശക്തമായിരിക്കുന്ന സുരക്ഷിത മേഖലയാണ് അറേബ്യൻ രാജ്യങ്ങളെന്ന് എല്ലാ കാലത്തും അഭിമാനത്തോടു കൂടി അമേരിക്ക പറയുമായിരുന്നു. അപ്പോൾ ഇത് നീണ്ട രാജ്യങ്ങളെ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ടായിരുന്നു. സൗദി അറേബ്യ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അത് ഒഴിവാക്കി. ഒമാനും ഒഴിവാക്കി. പിന്നീട് പ്രബലമായിരിക്കുന്ന രാജ്യമെന്ന് പറയുന്ന സമയത്ത് ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, UAE ഈ 4 രാജ്യങ്ങളിലും അവർക്ക് സൈനിക ബേസുണ്ട്. സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. മാത്രവുമല്ല, അവരുടെ ആ മേഖലയിൽ ഇടപെടാൻ വേണ്ടി ആ രാജ്യത്തിനൊരിക്കലും അധികാരമില്ലാത്ത വിധമാണ് സംവിധാനം ഒരുക്കിയത്. ഈ റൂട്ടിലൂടെ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്ന സമയത്ത് ഖത്തറിൽ നിന്നാണെങ്കിൽ ഖത്തറിൻ്റെ മിത്രങ്ങൾ ഒരുപക്ഷെ അമേരിക്കയുടെ ശത്രുവായി വരും. അത് UAEയുടെ മിത്രം ഒരുപക്ഷെ അമേരിക്കയുടെ ശത്രുവായി വരും. എന്നിട്ട് UAEയിൽ നിന്നുമാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? ആ ശത്രുവിനെ ആക്രമിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിച്ചടിക്കുന്ന സമയത്ത് സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന UAEയും ഇറാനും തമ്മിൽ ഉടക്കേണ്ടി വരും. ഈ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് ചുരുക്കം. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ കുറച്ചും കൂടി സുരക്ഷിതമായിരിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് ജോർദാനെ കാണും. ജോർദാൻ വേണമെങ്കിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നതിനാൽ വേണമെങ്കിൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജോർദാൻ്റെ ഈ പ്രശ്നം, ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് വെറും ഒരു നയതന്ത്ര ബന്ധമല്ല, സൗഹൃദ ബന്ധമല്ല, ബിസിനസ് ബന്ധമല്ല, ഭരണ സാരഥ്യത്തിൽ പോലും ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഇടപെടൽ നടത്തും. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം പിന്നീട് ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദമാണ്, അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദമാണ്. പിന്നീട് അങ്ങനെ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ജോർദാൻ നേരിട്ട് കഴിഞ്ഞ ഒരു യുദ്ധം നടത്തുന്നത് 1967 ശേഷം പിന്നീട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ പിന്നെ എംബസി വന്നു, കോൺസുലേറ്റ് വന്നു, വലിയ ബന്ധങ്ങളായി. ഏറെക്കുറെ ഈജിപ്തും അങ്ങനെയൊക്കെ തന്നെയാണ്. 1967 ശേഷം പിന്നീട് ഇസ്രായേലുമായിട്ട് സഹകരിച്ചാണ് നീങ്ങിയത്. ഇപ്പോൾ ഈ ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി അദ്ദേഹം പിന്നെ പ്രതിസ്ഥാനത്താണ് വന്നത്. പിന്നെ ഒരു അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായി. അവിടെ 2ാം ഘട്ടത്തിലേക്ക് അമേരിക്കയ്ക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഭരണാധികാരി അവിടെ അധികാരത്തിൽ വന്നു.
അതോടുകൂടി പല നിലപാടുകളും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാനും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഇല്ല, അതിനുള്ള സംവിധാന കാര്യങ്ങൾ അവർ ഒരുക്കിയിട്ടില്ല. പക്ഷേ അവിടെയും അമേരിക്കയ്ക്ക് താൽക്കാലികമായി വാടക പോലെ നയതന്ത്ര ബന്ധമുള്ള രാജ്യം എന്ന നിലക്ക് അവരുടെ എയർപോർട്ടുകൾ പല ഘട്ടത്തിലും വിട്ടുകൊടുക്കാറുണ്ട്. സൗദി അറേബ്യ ചെയ്ത പോലെ സൗദി അറേബ്യ കർജിൽ സുൽത്താൻ എയർബേസ് വിട്ടുകൊടുത്തത് ഇങ്ങനെ ഈ വിഷയമായിട്ട് ബന്ധം ഒരു കരാർ അടിസ്ഥാനത്തിലാണ്, ഒരു മാക്സിമം കരാർ എന്നതിന് പറയും. അതിനൊരു പ്രത്യേകത ഉണ്ട്. സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള യുദ്ധ സംവിധാന കാര്യത്തെക്കുറിച്ചും സൈനികരെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെക്കുറിച്ചും പൂർണ്ണമായിരിക്കുന്ന ഒരു അറിവ് സൗദി അറേബ്യക്കുണ്ട്. മറ്റ് UAE അല്ലെങ്കിൽ ഖത്തറോ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അറിവ് അവർക്കില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ നിന്ന് ഇടപെടാനൊട്ട് സമ്മതിക്കുകയില്ല. അങ്ങനെയാണ് അത് പോകുന്നത്. രണ്ടും രണ്ട് രീതിയിലാണ് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് പറയുന്നത് ജോർദാനിലും സുരക്ഷിതമല്ല. ജോർദാനിൽ സുരക്ഷിതമല്ല വെച്ചാൽ ആയുധങ്ങൾക്ക് സുരക്ഷിതമായിരിക്കുന്ന കവചമില്ലെങ്കിൽ പിന്നീട് യുദ്ധത്തിൽ നാശവും നഷ്ടവും മാത്രമല്ല അപമാനവും ഉണ്ടാവും. ഇറാൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ അവർ നിർമ്മിക്കുന്ന ആയുധങ്ങൾ എത്രത്തോളം ശക്തിയുള്ളതാണ്, എത്രത്തോളം പ്രഹരശേഷിയുള്ളതാണ് എന്ന് അവർക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള വഴികൾ ആദ്യം കണ്ട ശേഷം മാത്രമാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുക. 30% 40% മിസൈലുകളൊക്കെ തകർത്തു എന്ന് 2025 ഇസ്രായേൽ ആക്രമണത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞതാണ്. അമേരിക്കയും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ബങ്കർ ബസ്റ്റർ ബോംബാണ് അവരുടെ ഈ ആണവായുധ മേഖലയിൽ കൊണ്ടുപോയിട്ടിട്ടത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ബോംബ് ഒരു 6 കിലോമീറ്ററോളം താഴ്ചയിൽ തുറന്നു പോയി എന്നല്ലാതെ അതങ്ങനെ പൊട്ടിച്ചെതറുകയും ചെയ്ത്. പക്ഷേ അവിടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമ്പുഷ്ട യുറേനിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ വിഷയകാര്യങ്ങൾ പോയത്. അപ്പോൾ അവർ നിർമ്മിക്കുന്നു, അതോടൊപ്പം തന്നെ സുരക്ഷിത ഇടത്തിലേക്ക് വെക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. അമേരിക്ക നിർമ്മിക്കുന്നു, സുരക്ഷിത ഇടം തേടിയായിട്ട് അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-ലധികം അമേരിക്കയിലുള്ള ആയുധ ഫാക്ടറികളോട് ഇറാനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി പുതിയ നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അവരങ്ങനെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അമേരിക്കക്ക് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തില്ല, അവർ സുരക്ഷിത ഇടത്തിലേക്ക് വെക്കാൻ വേണ്ടി സാധിക്കില്ല. ഗൾഫ് മേഖല ഒന്നും സുരക്ഷിതമല്ല. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യുദ്ധവിമാനം അമേരിക്കയുടേതുള്ളത് ഇസ്രായേലാണ്. ഇസ്രായേലിലെ ബെൻഗൂരിയൻ എയർപോർട്ടിലാണ്. ബെൻഗൂരിയൻ എയർപോർട്ടിൽ യുദ്ധവിമാനം വെച്ചതോടനുബന്ധിച്ച് ഇസ്രായേലും തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതൊരു യാത്രാ എയർപോർട്ടാണ് ബെൻഗൂരിയൻ എയർപോർട്ട് എന്ന് പറയുന്നത്. അവിടേക്ക് യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകും. മാത്രമല്ല ഇവിടുന്ന് ഒതുക്കിയിട്ട് വേണമെങ്കിൽ ഇറാൻ ആക്രമിക്കാനായിരിക്കും. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ, അറേബ്യൻ മേഖല സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരെവിടെത്തുന്നത്, ബെൻഗൂരിയൻ എയർപോർട്ട് ഇസ്രായേലിൽ എത്തുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇസ്രായേലിനും അതിൻ്റേതായിരിക്കുന്ന പ്രയാസ കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം, ഇതിൻ്റെ ഒരു അവസാനം പരിസമാപ്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തോട് കൂടിയിട്ടാണ് ഒരുപക്ഷെ അമേരിക്കയുടെയും ഇറാൻ്റെയും യുദ്ധം അവസാനിക്കുക. ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുന്നു, അങ്ങോട്ട് 2 വിടുന്നു, ഇങ്ങോട്ട് 4 വിടുന്നു, ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മധ്യസ്ഥർ വലിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒരു മധ്യശ്രമവും നിലവിലെ സാഹചര്യത്തിൽ വിജയിച്ചിട്ടില്ല. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര അമേരിക്ക ഇറാനെതിരെ നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് അവരാലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമാനമായ രീതിയിൽ അതിഭയാനകരമായിരിക്കുന്ന ഒരു തിരിച്ചടി ഇസ്രായേലിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറാൻ നടത്തുകയും ചെയ്യും. അത് ഭയാനകരമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ പിന്നീട് ഒരു പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഏറെക്കുറെ അടുത്ത് നിൽക്കുകയുള്ളൂ മറ്റ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പോൾ അതിന് വല്ലാതെ വൈകുകയില്ല എന്നുള്ളതും അതിന് സമയമായിട്ടുണ്ട് എന്ന അഭിപ്രായം പുറത്തു വരുന്നു. കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അമേരിക്കക്കുള്ളത്. അവരുടെ കൈവശത്തിൽ ഇപ്പോൾ ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ വെനിസ്വേലയും തങ്ങളുടെ പെട്രോളിയം കൂട്ടുന്ന സമയത്ത് ഏകദേശം 65% ലോകാടിസ്ഥാനത്തിൽ പെട്രോളിയമുള്ള രാജ്യം ഞങ്ങളുടേതായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഇറാൻ്റെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിങ്ങൾക്ക് കുറച്ചുകൂടെ, നിയന്ത്രിച്ചൂടെ? അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് നിങ്ങളുടേതാണെങ്കിൽ
അത് ട്രംപിന് ഉത്തരവില്ല. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിലുള്ള ഈ എണ്ണ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് ഒരു കാലത്ത് സാധിക്കുകയില്ല. കാര്യം ക്വാളിറ്റി കുറഞ്ഞതാണ് വെനിസ്വേലയുടെ പെട്രോളിയം. അമേരിക്കയുടെ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് എടുക്കുന്നതിന് ചിലവ് കൂടുതലുമാണ്. ഇറാൻ്റെത് ഏറ്റവും ചിലവ് കുറവുള്ളതും ഏറ്റവും കുറഞ്ഞ പൈസക്ക് കിട്ടുന്നതുമാണ്. അതാണ് എല്ലാ കാലത്തും ചൈനയ്ക്ക് വലിയ താല്പര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ പോകുന്നത്. അഥവാ ജോർദാനും സുരക്ഷിതമല്ലെന്ന് ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് ചുരുക്കം.